ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത്, യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടു പോകൂ, നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ച് അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യേശുവിനോട് സാത്താൻ ചോദിച്ചത് യഥാർത്ഥത്തിലുള്ള ഒരു ആരാധന, സാഷ്ടാംഗമായി എന്നെ നമസ്കരിക്കാമോ ആരാധിക്കാമോ എന്നാണ് ചോദിച്ചത്. ഈ ചോദിച്ചവൻ്റെ പേര് സാത്താൻ എന്ന് മാത്രമാണ് മലയാളം ബൈബിളിൽ കിടക്കുന്നത്. മലയാളത്തിലെ ഒരു വേർഷനകത്തും ഇവൻ്റെ പേരെഴുതിയിട്ടില്ല. ഇംഗ്ലീഷ് ബൈബിളിൽ കിങ് ജെയിംസ് വേർഷനകത്ത് മാത്രമാണ് യെശയ്യാവ് 14:12 ഇത് ആകെ ഇതിനകത്ത് പേരുള്ളത്. ഹൗ യു ആർ ഫോളൻ ഫ്രം ഹെവൻ, ഓ ലൂസിഫർ, സൺ ഓഫ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവൻ്റെ പേര് ലൂസിഫർ എന്ന് ബൈബിളിൽ നമ്മൾ ആകെ കാണുന്നത്. എന്നാൽ യഹൂദൻ്റെ പല ചരിത്ര പുസ്തകങ്ങളിലൊക്കെ ഇവൻ്റെ പേരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ലോകത്തിൽ ഒരു മലയാള തർജിമയ്ക്കകത്തും ഇവൻ്റെ പേരില്ല. അപ്പോൾ ഈ ഒറിജിനൽ ഹീബ്രു ബൈബിളിനകത്ത് ഞാനൊരു രസമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒറിജിനൽ ഹീബ്രു ബൈബിളിനകത്ത് യഹോവ എന്ന പേരില്ല. ഞാനത് ഈയിടെ എനിക്കങ്ങനെ ഒരു ഒറിജിനൽ ഹീബ്രു ബൈബിൾ കിട്ടി, ഹീബ്രു ടു ഇംഗ്ലീഷ്. അതിനകത്ത് ഒരിടത്തും യഹോവ എന്ന ഒരു പേര് അവർ പറയില്ല. അവർ ഭയങ്കര പേടി അവർക്കത് പറയാൻ. അതിനവിടെ എഴുതിയേക്കുന്നത് ഹാഷേം എന്നാണ്. ഹാഷേം എന്നവർ പറയുന്നു. അതിൻ്റെ സ്പെല്ലിങ് HASHEM, HASHEM, ഹാഷേം. അപ്പോൾ ഇസ്രായേലിലുള്ള ഒരു സഹോദരൻ പറഞ്ഞത് ഹാഷേം എന്നാണ് അവർ പറയുന്നത്. അതായത് യഹൂദൻ്റെ ബൈബിളിൽ സത്യത്തിൽ ഇത് എഴുതി കൊടുത്തത് ആദ്യമേ അവരുടെ കയ്യിലാണല്ലോ. അവരുടെ നിന്നുള്ള പുസ്തകങ്ങളാണല്ലോ ലോകം മുഴുവൻ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവന്നത്. അല്ലാതെ ഇത് ഇന്ത്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടൊരു വിശ്വാസമല്ല. ഇതിൻ്റെ ആധികാരികമായ അടിസ്ഥാനം കേരളത്തിലെ സത്യവേദ പുസ്തകമാണെന്ന് പറയാൻ ഇത് കേരളത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു വിശ്വാസമല്ല അത്. അതുതന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ പുസ്തകത്തിൽ യഹോവയുടെ പേര് ഒരിടത്തും യഹോവ എന്ന് എഴുതിയിട്ടില്ല, ഹാഷേം എന്ന് എഴുതിയേക്കുന്നത്, HASHEM. ഇനി അതെന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ദൈവത്തോടുള്ള ഭയവും ഭക്തിയും ബഹുമാനവും ഒക്കെ കാരണം അവർ യഹോവയുടെ പേര് ഹാഷേം എന്നാണ് എഴുതിയേക്കുന്നത്. ഒരിടത്തും യാഹ്വേ എന്നൊരു പേരെ അവർ എഴുതിയിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും രസവും ഒരു വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ മലയാളം ബൈബിളിൽ ഒരിടത്തും സാത്താനോടുള്ള ബഹുമാനവും ഭയവും ഭക്തിയും ഒക്കെ നിമിത്തം അവൻ്റെ പേര് എഴുതിയിട്ടില്ല. മലയാളം ബൈബിളിൽ ഒരിടത്തും ഇത് എഴുതിയിട്ടില്ലെന്നുള്ളതാണ്. യഹൂദൻ അവൻ്റെ ബൈബിളിൽ യാഹ്വേ എന്ന പേര് ഹാഷേം എന്നാണ് എഴുതിയേക്കുന്നത്. യഹൂദ ബൈബിള് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റും. യാഹ്വേ എന്ന പേര് ഹാഷേം എന്നാണ് അവൻ എഴുതിയേക്കുന്നത്. എന്നാൽ മലയാളത്തിൽ അത് നേരെ തിരിച്ച് യഹോവയ്ക്ക് കൊടുത്ത ബഹുമാനം ഞാനൊരു ഇതായിട്ടാണ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ പേര് പോലും ഒരിടത്തും ഇല്ല. മലയാളം ബൈബിളിൽ ഒരിടത്തും അതിൻ്റെ പേരില്ല, സാത്താൻ്റെ പേരില്ല. ഭയവും ഭക്തിയും ബഹുമാനവും നിമിത്തം പേര് പോലും എടുക്കാൻ ഇവിടുത്തെ ജനത്തിന് ഭയമാണ്, അല്ലെങ്കിൽ ബഹുമാനം കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ലെന്ന് വേണേ ചിന്തിക്കണം. ഒരിക്കലൊരു കൺവെൻഷൻ സ്ഥലത്ത് ഒരു പാസ്റ്റർ ലൂസിഫറിനെ കുറിച്ച് പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് നല്ല രീതിയിൽ പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം വേറൊരു പാസ്റ്റർ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ആ തൻ്റെ കയ്യിലുള്ള ബൈബിളിനകത്ത് ലൂസിഫർ എന്നൊന്ന് കാണിച്ച് തന്നിട്ട് താൻ വീട്ടിൽ പോയാമെന്ന് പറഞ്ഞു. ആ പാവ മനുഷ്യനെ മണിക്കൂറുകൾ അവിടെ നിർത്തി വെള്ളം കുടിപ്പിച്ചു. ആ മനുഷ്യൻ പ്രസംഗമെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഉരുകി ഒലിച്ചു പോയി. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യനെതിര് നിന്നത് മറ്റൊരു ശുശ്രൂഷകൻ തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സാത്താനെയോ അവൻ്റെ രാജ്യത്തെയോ അവൻ്റെ സൈന്യത്തെയോ കുറിച്ച് ശക്തമായിട്ട് എവിടെയെങ്കിലും സംസാരിച്ചാൽ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ എതിരായിട്ട് വരുന്നത് ഈ വിശ്വാസികളെന്ന് പറയുന്നവരാ. അങ്ങനെ ഒരിക്കൽ എൻ്റെ ഒരു പ്രസംഗം തടയപ്പെട്ടിട്ടുണ്ട്. അതായത് സാത്താന് സ്വന്തമായിട്ട് 5 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞത് പല വിശ്വാസികൾക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മുടെ ഈ പല ഇക്കിളി ചാനലുകളുമുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രചാരകരെന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വിശ്വാസികളെന്ന് പറയുന്നവരാണ്. നമ്മളതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ പല ഇക്കിളി ചാനലുകളുടെയും പ്രചാരകരെന്ന് പറയുന്നവർ കേരളത്തിലെ ഈ വിശ്വാസികളെന്ന് പറയുന്നവരാണ്. അത് നമ്മൾ നോക്കിയാൽ മതി. ഈ വീഡിയോകൾ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ
അങ്ങനത്തെ ഈ മഞ്ഞ ചാനലുകളെന്ന് അറിയപ്പെടുന്നവരെ, ഞാനത് പലരുമായിട്ട് വിദേശത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും ആ ചാനലൊന്നും കാണുന്നില്ല, അത് വെറും മഞ്ഞ ചാനലല്ലേ. ഈ മഞ്ഞ ചാനലുകൾ കൂടുതലും പ്രചരിപ്പിക്കുന്നത് കേരളത്തിലെ വിശ്വാസികളാണ്. അവർ ഭക്തിയുടെ ബാഹ്യവേഷം ധരിക്കുകയും ചെയ്യും, അതിൻ്റെ ശക്തി ത്യജിക്കുകയും ചെയ്യും. എന്നിട്ട് അവർ പറയേണ്ട വൃത്തികേട് വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ സൈസ് മഞ്ഞ ചാനലുകളെ അവരങ്ങ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സത്യം എന്നാന്നോ നീതി എന്നാന്നോ ഒന്നും അവർക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാ പറയുന്നത്, അവരുടെ ബഹുമാനാർത്ഥം അവർ വളരെ ഭയഭക്തിയോടെ ഈ ഈ ഈ സാത്താൻ്റെ പേര് ഒരിടത്തും പറയുന്നില്ല. മലയാളം ബൈബിളിൽ സാത്താൻ്റെ പേര് ഒരു ബൈബിളിലും ഇല്ലെന്നുള്ളതാണ് തർജ്ജമ ചെയ്തപ്പോൾ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് യഹൂദൻ ഭയഭക്തി നിമിത്തവും ബഹുമാനം നിമിത്തവും അവൻ്റെ ദൈവത്തിൻ്റെ പേര്, പിതാവായ ദൈവത്തിൻ്റെ പേര് യഹോവ എന്ന പേര് അവൻ ഉപയോഗിക്കുന്നേ ഇല്ല. ഹാഷം എന്നാണ് എഴുതിയേക്കുന്നത്, ഹാഷം. ഇനി എങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം എന്ന് നമുക്ക് ശരിക്കും അറിയത്തില്ല. എന്നാലും HASHEM എന്നാണ് ഹീബ്രു ടു ഇംഗ്ലീഷ് ഇസ്രായേൽ ജൂവിഷ് ബൈബിളിനകത്ത് എഴുതിയേക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു പുസ്തകം കൈ കിട്ടാൻ ഇടയായി. ദൈവം അതിനൊരുക്കി സാഹചര്യങ്ങൾ. ഈ ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിളുകൾ ഇപ്പോൾ കിട്ടാനില്ലാതെ വന്നു എന്നുള്ളൊരു ഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഇസ്രയേലിൽ നിന്നൊരു സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇങ്ങനൊരു ബൈബിളുണ്ട്, തരാം. ഞാൻ പറഞ്ഞു വളരെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. അതിനകത്ത് എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലൂസിഫർ എന്ന സാത്താന്, കിങ് ജെയിംസ് വേർഷനിൽ നിന്നാണ് പേരെടുത്തേക്കുന്നത്, വീണുപോയ ദൂതപ്രമാണിക്ക് യഥാർത്ഥത്തിലുള്ള ആരാധന എന്താണെന്നറിയാവുന്നത് കൊണ്ട് അതിൻ്റെ മഹത്വം വില എന്താണെന്ന് ഈ സാത്താൻ അറിയാം. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, ഉസിയ രാജാവ് മരിച്ച വർഷത്തിൽ യഹോവ ഉത്തുംഗനും ഉന്നതനുമായി സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ അങ്കിയുടെ തൊങ്ങലുകൾ ആലയത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവിടുത്തെ ചുറ്റും നിന്നിരുന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരുന്നു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ആലയത്തിൻ്റെ വാതിൽപ്പടികൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആ യഹോവ പരിശുദ്ധൻ 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 എന്ന ആർത്തപ്പോൾ ഉടനെ അത് പറയും അത് പഴയ നിയമമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് പോവാം. വെളിപ്പാട് പുസ്തകത്തിൽ നിയമങ്ങളുടെ എല്ലാം ഏറ്റവും അവസാന ഭാഗമാണല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 10 വരെ എടുത്താൽ, 4 ജീവികളിൽ ഓരോന്നിനും 6 ചിറകും ചുറ്റിലും അകത്തും നിറയെ കണ്ണുകളും ഉണ്ട്. അവർ രാപ്പകൽ ഇടപെടാതെ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനുള്ളവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞു. എന്നേക്കും ജീവിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുമ്പോഴെല്ലാം 24 മൂപ്പന്മാരും സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിക്കുന്നവനെ നമസ്കരിച്ചു. എന്താണ് സ്വർഗത്തിൽ നടക്കുന്നത്? ഇത് സ്വർഗത്തിൽ നടക്കുന്ന ആരാധന. ഇവിടെ പറയുന്നത് ആയിരുന്നവനും, ആദിയിൽ വചനമുണ്ടായിരുന്നു, അത് യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. ആയിരിക്കുന്നവനും, ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നവൻ, അത് യേശുവാണ്. വരുവാനുള്ളവൻ, അതും യേശുവിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ സർവ്വശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് എഴുതിയേക്കുന്നിടത്ത് അതെല്ലാം എഴുതിയേക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ അതെല്ലാം ലോഡെന്ന. ഈ ലോഡെന്ന് നമ്മൾ പഴയ നിയമം ശ്രദ്ധിച്ച് നോക്കിയാൽ ഗോഡ് എന്നും കാണാം, ലോർഡ് ഗോഡ് എന്നും കാണാം. ഇങ്ങനെ ഇംഗ്ലീഷ് പല ഭാഷയിൽ ഇത് കാണാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് ജീസസ് എന്ന് കാണാം. പുതിയ നിയമത്തിൽ ജീസസ് എന്നതാണ് പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധയോടെ പഠിച്ചു പോയ ലോർഡ് ഗോഡ് എന്ന് പറഞ്ഞാൽ കർത്താവ്. പഴയ നിയമ ഭക്തന്മാർക്കൊക്കെ ഈ വെളിപ്പാടുണ്ടായിരുന്നു കൃത്യമായിട്ട്. ഗോഡ് എന്ന് പറയുമ്പോൾ യാഹ്വേ പിതാവ്, ലോർഡ് എന്ന് പറയുമ്പോൾ യേശു കർത്താവ്. ഇവിടെ ആയിരുന്ന ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. മനുഷ്യന് മനസ്സിലാകാത്ത അന്യഭാഷ വിളിച്ച് പറഞ്ഞതല്ല അവിടെ സ്വർഗത്തിൽ. കറങ്ങിപ്പോയി ഉരുണ്ട് പടച്ച് വീണെന്നോ ഒന്നുമല്ല അവിടെ എഴുതിയേക്കുന്നത്. ഞാൻ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിലെ ഭയം പോകും. ബൈബിളിനകത്ത് 365 തവണ എഴുതിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ഭയപ്പെടരുതെന്ന്. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവം മനുഷ്യനോട് പറയുന്നു ഭയപ്പെടരുത്. ഈ ഭയം ഒരുത്തൻ്റെ അകത്ത് ഉള്ളിടത്തോളം കാലം, അതായത് ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഭയപ്പെടാൻ ഒരുത്തൻ തീരുമാനിച്ചാൽ ഭയപ്പെടുത്താൻ ധാരാളം പേര് കാണും. ഈ ഭയമെന്ന് പറയുന്നത് ശരിക്കും സാത്താൻ്റെ ഒരു ആയുധമാണ്. ഇപ്പോൾ എല്ലാവർക്കും മനുഷ്യന് ഭയമാണ്. ലോണുകാരെ ഭയം, ചിട്ടിക്കാരെ ഭയം, ബാങ്കുകാരെ ഭയം, ഇൻസ്റ്റോൾമെൻറ്റുകാരെ ഭയം, നാട്ടുകാരെ ഭയം, ഗുണ്ടകളെ ഭയം, മയക്കുമരുന്നുകാർ, എല്ലാവരെയും ഭയമാണ്.
ഭയപ്പെടാൻ ഒരുത്തൻ തീരുമാനിച്ചാൽ ഒത്തിരി ഭയപ്പെടുത്താൻ ആളുണ്ട്. യേശു പറഞ്ഞു, ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടരുത്, ശരീരത്തെയും ആത്മാവിനെയും കൂടെ കൊല്ലുന്നവനെ ഭയപ്പെടാവൂ, നരകത്തിൽ വിടാൻ കഴിവുള്ളവനെ ഭയപ്പെടാവൂ. അതുകൊണ്ട് ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു, പ്രായോഗികമായി ഞാൻ മനസ്സിലാക്കുന്നു, ഈ ആരാധനയിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയം പോവും. ദൈവത്തെ വീണ് നമസ്കരിക്കാൻ തുടങ്ങുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഭയം പോകും. ഒരു രഹസ്യവും കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന സാധാ വിശ്വാസികളോട് പറയട്ടെ. ഈ മിക്ക ശുശ്രൂഷകരും, സഭാ നേതൃത്വത്തിലുള്ള മിക്ക ശുശ്രൂഷകരും സ്വകാര്യമായി കർത്താവിനെ വീണ് നമസ്കരിക്കുന്നുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ അവർ വീണ് നമസ്കരിക്കുന്നുണ്ട്. അത് വിശ്വാസി ചെയ്യരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ വിശ്വാസിയെ പഠിപ്പിക്കാത്തത്. വിശ്വാസി ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ അടിമകൾ ഇവിടെ ഉണ്ടാവണം. ഈ അടിമകൾ ഉണ്ടെങ്കിലേ അവരുദ്ദേശിക്കുന്ന കളികൾ നടക്കുള്ളൂ. പക്ഷേ ദൈവത്തിനെ സംബന്ധിച്ച് അടിമകളും നേതാക്കന്മാരും അല്ല, ദൈവത്തിനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഞാൻ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, പ്രിയ ദൈവമക്കളെ, വിശ്വാസികളെന്ന് പറഞ്ഞ് നടക്കുന്നവരെ, നിങ്ങൾ സഭകളിൽ അനുവദിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വീടുകളിൽ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ ദൈവത്തെ വീണ് നമസ്കരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയം പോവുകയും ഈ ഭയത്തിൻ്റെ അടിമത്തത്തിൻ്റെ ആത്മാവ് പോവുകയും ഭയം പോവുകയും നിങ്ങൾ വളർന്നു വരികയും ചെയ്യും. ആത്മീയവും ഭൗതികവുമായ സകല മേഖലയിലും വളർന്നു വരും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, അടിമകളുടെ ആത്മാവ് വിട്ടുമാറിയിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവ് കർത്താവേ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.